ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1.5 കപ്പ് പാൽപ്പൊടിയാണ്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ചേർക്കുന്നു. ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഗീ കുറച്ച് കൂടിയ അളവിലായാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പാൽ ആവശ്യാനുസരണം നോക്കിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ പാൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഈ മിക്സിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. സ്റ്റവ് ഓൺ ചെയ്യാതെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പരുവത്തിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ മൈദ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഒന്നും കൂടെ കയ്യിലൊട്ടി പിടിക്കാതെ ബോളാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിൽ ചെറിയ മിക്സ് ആവാത്ത പോർഷൻസ് ഒക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ബോളുകളാക്കി മാറ്റുക. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പം മാത്രമേ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും എണ്ണയിലിടുന്ന സമയത്ത് അതൊന്ന് വലുതാകും. കൂടാതെ പഞ്ചസാര ലായനിയിലിടുന്ന സമയത്തും ഇതിന് ചെറിയൊരു വലിപ്പം വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ലായനി തയ്യാറാക്കുകയാണ്. ഏകദേശം 25 ബോൾസാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളം ഉണ്ടാക്കുന്നില്ല, കുറച്ച് വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഈ ഒരു വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 1.5 കപ്പ് പഞ്ചസാരയും 1 കപ്പോളം വെള്ളമാണ് എടുക്കുന്നത്. കുറച്ച് റോസ് വാട്ടറും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് ആക്ച്വലി. അതും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി നമുക്ക് ഈ ബോളുകളൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂട് കൂട്ടി വെക്കരുത്. അപ്പം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. അപ്പം ചെറുതായിട്ട് ലോ ഫ്ലെയിമാക്കി ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമുക്കിത് തന്നെ കോരിയെടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലൈനിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, എണ്ണ നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ രണ്ടും എടുത്തുള്ളത് കൊണ്ട് കുറച്ച് എണ്ണയൊക്കെ അതിലായിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് എണ്ണ വാർത്തതിന് ശേഷം അതിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പഞ്ചസാര ലായനിക്ക് ഒരു ചെറിയ ഇളം ചൂടുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ഏകദേശം കളർ എല്ലാത്തിൻ്റെതും ഒരേ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ചൂടാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഒരു 2 മണിക്കൂർ പഞ്ചസാര ലൈനിൽ ഇട്ട് വെച്ച ശേഷം നമുക്കിത് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ഗുലാബ് ജാൻ ഈ രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്.